മിത്രകുലം ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് ഡൊണേഷൻ സ്വീകരിക്കാത്ത ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. നിങ്ങളിൽ പലർക്കും വിഷമമുണ്ടാകും, കൃത്യമായ വരുമാനമില്ല, ജീവിക്കാൻ ആവശ്യമായ പണമില്ല. അതിനൊരു കാരണം കേരളത്തിലൊരു പൊതുബോധം എന്ന് പറയുന്നത് പണമുണ്ടാക്കുന്ന എന്തോ മോശം കാര്യമാണ്, പണക്കാരിയാവുന്നത് എന്തോ ചീത്ത കാര്യമാണ് എന്നൊരു പൊതുധാരണ നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. സമ്പത്ത് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ വില നമ്മൾ അറിയേണ്ടതുണ്ട്. അധ്വാനിക്കുന്ന ഓരോ ആൾക്കാരെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സമ്പത്തുണ്ടാക്കിയാൽ മാത്രമാണ് അത് വിതരണം ചെയ്യപ്പെടുക. നിങ്ങൾക്ക് 110ഓളം ഐറ്റംസ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ നമുക്ക് മുൻകൈ എടുക്കാൻ കഴിയും. അത് വിവിധതരം സോപ്പുകൾ, അത് കുളിക്കുന്നതാവട്ടെ അലക്കുന്നതാവട്ടെ, വിവിധതരം ലോഷനുകൾ, ക്ലീനിങ്ങിനുള്ളതാവാം, ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാവാം, ഡ്രസ്സ് കഴുകുന്നതാവാം, അങ്ങനെ വിവിധതരം ലോഷനുകൾ, കുട, മെഴുകുതിരി, ചന്ദനത്തിരി, അയമോദ ഗുളിക, വായു ഗുളിക, ഇങ്ങനെ 110ഓളം ഐറ്റംസ് നിങ്ങളെ ഉണ്ടാക്കാൻ നമ്മൾ പഠിപ്പിക്കാം. ആകെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആവശ്യത്തിന് ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക മാത്രമാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങളെ പഠിപ്പിക്കും. ഓരോരുത്തർക്കും അതിൻ്റെ ചിലവുണ്ട്. ആ എക്സ്പെൻസ് നിങ്ങൾ കവർ ചെയ്യണം. അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എത്ര രൂപയാണോ നമുക്ക് തന്നത് അതിന് തുല്യമായ സാധനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടാണ് തിരിച്ചു പോരുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഗുണമേന്മയുള്ള റോ മെറ്റീരിയൽ സംഘടിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതെങ്ങനെയാണ് വിൽക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതും പറ്റില്ല, നിങ്ങൾക്ക് വിൽക്കാൻ സംവിധാനമില്ലെങ്കിൽ നിങ്ങളുണ്ടാക്കിയ മുഴുവൻ സാധനങ്ങളും നമ്മൾ തിരിച്ചെടുക്കും. ഈ ഒരു ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് തരാനുള്ളത്. ഈ 110ഓളം ഐറ്റംസ് നിങ്ങളെ പഠിപ്പിക്കും. അത് ഒരു ദിവസം കൊണ്ടല്ല പഠിപ്പിക്കുക, നിങ്ങൾക്ക് പറ്റുന്നത്ര. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സാധനങ്ങൾ നിങ്ങൾക്കുണ്ടാക്കാം, നിങ്ങൾക്ക് വിൽക്കാം, സ്വന്തം കാലിൽ നിൽക്കാം. അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വെച്ച് ജീവിച്ച് ഈ സമൂഹത്തിന് മുതൽക്കൂട്ടാവാനുള്ള സാഹചര്യമാണ് മിത്രകുലം ഒരുക്കുന്നത്. എന്താ, ഒന്ന് ശ്രമിച്ചുകൂടെ?